electrostatics in the last portion, applications of Gauss's law. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ആദ്യം എക്സാമ്പിൾ 1.13 ടെക്സ്റ്റിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കൂ. പറഞ്ഞിരിക്കുന്നത് ഒരു ആറ്റം മോഡലിനെ കുറിച്ചാണ്. Atom has a positively charged point nucleus of charge Ze എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ന്യൂക്ലിയസിന്റെ ചാർജ് Ze ആണ്. Q is equal to Ze. Surrounded by a uniform density of negative charge up to a radius capital R. അപ്പൊ നോക്കൂ, ഇവിടെ ഇതാണ് ആറ്റം. ന്യൂക്ലിയസ് പ്ലസ് Ze, റേഡിയസ് ക്യാപിറ്റൽ R ആണ്. നെഗറ്റീവ് ചാർജ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അപ്പൊ നെഗറ്റീവ് ചാർജ് -Ze ആണ്. അത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദ എൻറ്റയർ സർഫസ് ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആറ്റം ആസ് എ ഹോൾ ഇസ് ന്യൂട്രൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് പോസിറ്റീവ് ചാർജ് +Ze ആണെങ്കിൽ നെഗറ്റീവ് ചാർജ് -Ze ആണ്. വാട്ട് ഇസ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് r ഫ്രം ദ ന്യൂക്ലിയസ്? അപ്പൊ കൺസിഡർ എ പോയിന്റ് P which is at a distance r from the nucleus. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ രണ്ട് കേസസ് ഉണ്ട്. r എന്നേ പറഞ്ഞിട്ടുള്ളൂ ഡിസ്റ്റൻസ്. അപ്പം രണ്ട് കേസസ് ഉണ്ട്. ഫസ്റ്റ് കേസിൽ r is less than capital R. സെക്കൻഡ് കേസ് r greater than capital R. നമ്മളിപ്പോൾ വരച്ചിട്ടുള്ളത് സെക്കൻഡ് കേസാണ്, r greater than capital R. അത് വളരെ എളുപ്പമാണ്. So second case നമുക്ക് ആദ്യം കാണാം. Consider a Gaussian surface through P. Spherical Gaussian surface through P. Electric field എന്താണ്? Electric field is given, flux is given by E into 4 pi R square. അല്ലേ? കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഒന്നും പോകണ്ട. E into A. കാരണം theta will be equal to 0. അപ്പോൾ E into 4 pi R square is equal to Q by epsilon 0. Q എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി Gaussian surface ആണ്. ആറ്റം മുഴുവനും ആ ഗോഷ്യൻ സർഫസിന്റെ ഉള്ളിലാണ്. ആറ്റം ആസ് എ ഹോൾ ഇസ് ന്യൂട്രൽ. കാരണം ന്യൂക്ലിയസിന്റെ ചാർജസ് +Ze, നെഗറ്റീവ് ചാർജസ് -Ze. സോ ടോട്ടൽ Q is equal to 0. Therefore electric field also equal to 0. So second കേസിൽ electric field is equal to 0. ഇനി ഫസ്റ്റ് കേസ് നോക്കാം. ഇതാണ് നമ്മുടെ ആറ്റം. കുറച്ചുകൂടി വലുതാക്കി വരയ്ക്കാം. ഇത് ന്യൂക്ലിയസ് ആണ്. +Ze ചാർജ് Q എന്ന് വിളിക്കാം നമുക്ക്. Q is equal to +Ze. Let P be a point inside. The capital R is radius of the atom. P is set a radius r. Let us consider a Gaussian surface. Gaussian surface through P. നമുക്ക് വേണ്ടത് എന്താ? E into 4 pi R square is equal to Q by epsilon 0. ഇതാണ് ഇക്വേഷൻ. Qന്റെ വാല്യൂ കണ്ടുപിടിക്കലാണ് നമ്മളുടെ ചാലഞ്ച്. ഇതിൽ വലിയ ഫിസിക്സ് ഒന്നുമില്ല. നമ്മളൊരു 8ലും 9ലൊക്കെ പഠിക്കുന്ന പോലത്തെ ഒരു ഫിസിക്സ് തന്നെ ഇവിടെ ആവശ്യമുള്ളൂ. നമുക്ക് നോക്കാം. ഇപ്പോ നമ്മുടെ ഗോഷ്യൻ സർഫസ് എന്ന് പറയുന്നത് ഒരു സ്ഫിയർ ആണ് അല്ലെ? ആ റെഡിൽ കളർ ചെയ്തിരിക്കുന്ന സ്ഫിയർ ആണ് നമ്മളുടെ ഗോഷ്യൻ സർഫസ്. അതിൻ്റെ ഉള്ളില് നോക്കൂ, വലിയ സ്ഫിയർ, അതായത് ആദ്യം നമുക്ക് ഇതിനകത്ത് അപ്പൊ ഈ റെഡ് മാർക്ക് ചെയ്ത സ്ഫിയറിനകത്ത് പോസിറ്റീവ് ചാർജും ഉണ്ട് നെഗറ്റീവ് ചാർജും ഉണ്ട് അല്ലെ? +Ze എന്ന് പറഞ്ഞിട്ടൊരു പോസിറ്റീവ് ചാർജ് നടുവിലുണ്ട്. നെഗറ്റീവ് ചാർജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് വലിയ സ്ഫിയർ 4/3 pi R³ ആണ് വോള്യം. വലിയ സ്ഫിയറിൽ മൊത്തം Ze ആണ് ചാർജ്, -Ze അല്ലെ? -Ze എന്ന് പറഞ്ഞ നെഗറ്റീവ് ചാർജ്. ഇറ്റ് ഇസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദി എൻറ്റയർ ലാർജ് സ്ഫിയർ. ക്യാപിറ്റൽ R റേഡിയസ് ഉള്ള സ്ഫിയർ, അതിന്റെ വോള്യത്തിൽ മൊത്തം യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. വോള്യം ഓഫ് എ സ്ഫിയറിന്റെ ഫോർമുല 4/3 pi R³.
4/3 പൈ ക്യാപിറ്റൽ ആർ ക്യൂബ് വോള്യത്തിൽ നെഗറ്റീവ് ZD ചാർജ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് വോള്യത്തിൽ എത്ര ചാർജ് ഉണ്ടാവും? ZD by 4/3 pi capital R cube will be the charge per unit volume, charge density എന്നൊക്കെ പറയാം. അങ്ങനെയാണെങ്കിൽ ഈ ഗോഷ്യൻ സർഫസ് നോക്കൂ. ഗോഷ്യൻ സർഫസ് ആ റെഡ് സ്ഫിയർ ആണ്. ഈ റെഡ് സ്ഫിയർ ആണ് ഗോഷ്യൻ സർഫസ്. അതിന്റെ വോള്യത്തിൽ എത്ര ചാർജ് ഉണ്ടാവും? So the charge, negative charge enclosed within the Gaussian surface is given by minus ZD by 4/3 pi R cube, അത് യൂണിറ്റ് വോള്യത്തിൽ, into volume of the Gaussian surface 4/3 pi small r cube. 4/3 pi 4/3 pi cancel ആയി പോകും. So negative charge in the Gaussian surface is minus ZD into capital R cube by small r cube by capital R cube. ഇത് നെഗറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജ് പ്ലസ് ZD ഓൾറെഡി ഉണ്ട്. അപ്പൊ ടോട്ടൽ ചാർജ് എന്തായിരിക്കും? പ്ലസ് ZD minus ZD into small r cube by capital R cube. Hope you have understood this. ഇനി എന്ത് വേണം? അപ്പൊ ഇതാണ് Q. So this is Q. ഇനി എന്ത് വേണം? നമ്മൾ നേരത്തെ എടുത്ത മാതിരി E into 4 pi r square is equal to Q by epsilon 0. നോക്കൂ, Qല് ZD കോമൺ ആണ്. 1 by epsilon 0 എടുത്തു. Q എന്നുള്ളതിൽ ZD കോമൺ ആണ്. 1 minus small r cube by capital R cube. ബാക്കി നിങ്ങൾ സോൾവ് ചെയ്തോളൂ. 4 pi r square അപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുക. അവര് സ്മോൾ ആർ സ്ക്വയറിനെ അവർ അകത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ E is equal to ZD by 4 pi r square into 1 minus small r cube by capital R cube. ഇത്ര എഴുതി നിർത്തിയാലും മതി. സ്മോൾ ആർ സ്ക്വയറിനെ വേണമെങ്കിൽ ഉള്ളിലേക്ക് എടുക്കാം. ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അത് ഇവിടുന്ന് പോയിട്ട് ഇവിടെ 1 by r square വരും. ഇവിടെയും അടിയിൽ r square വരും. ഈ r ക്യൂബും r squareും കട്ടാവും. അങ്ങനെയാണ് അവർ ഫൈനൽ ആൻസർ കൊടുത്തിരിക്കുന്നത്. സോ പ്ലീസ് സോൾവ് ദാറ്റ്. ഇതാണ് എക്സാമ്പിൾ 1.13. അടുത്തത് ടെക്സ്റ്റ് ബാക്ക് എക്സസൈസസിലെ 1.24 നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചാപ്റ്ററിലും നമുക്കത് ആവശ്യം വരും. 1.24 നോക്കൂ. 2 large thin metal plates parallel and close to each other. രണ്ട് മെറ്റൽ പ്ലേറ്റ്സ്. Inner faces they have surface charge densities of opposite signs. മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ് എന്ന് വെച്ചാൽ സിഗ്മയാണ് തന്നിരിക്കുന്നത്. അപ്പൊ വാല്യൂ തൽക്കാലം നോക്കണ്ട. ഒരെണ്ണം പ്ലസ് സിഗ്മ ആണെങ്കിൽ മറ്റത് മൈനസ് സിഗ്മ. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് സർഫസ് ചാർജ് ഡെൻസിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദി ഔട്ടർ റീജിയൻ ഓഫ് ദ ഫസ്റ്റ് പ്ലേറ്റ്. ഔട്ടർ റീജിയൻ ഓഫ് ദ ഫസ്റ്റ് പ്ലേറ്റിന് നമുക്ക് റീജിയൻ 1 കാണിക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഔട്ടർ റീജിയൻ ഓഫ് ദ സെക്കൻഡ് പ്ലേറ്റ്, അതിനെ റീജിയൻ 2 എന്ന് കാണിക്കാം. ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് നമുക്ക് അതിനെ റീജിയൻ 3 എന്ന് കാണിക്കാം. റൈറ്റ്. ഇലക്ട്രിക് ഫീൽഡ് ആണ് കാണേണ്ടത്. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പ്ലേറ്റ് ഇസ് ഗിവൺ ബൈ സിഗ്മ ബൈ 2 epsilon 0 ആണ് അല്ലെ, നമ്മൾ പഠിച്ചതാണ്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ചാർജ്ഡ് പ്ലേറ്റ് ഇസ് സിഗ്മ ബൈ 2 epsilon 0. സപ്പോസ് നമുക്കിപ്പോൾ ഇത് പോസിറ്റീവ് ചാർജ്, ഈ പ്ലേറ്റ് നെഗറ്റീവ് ചാർജുമാണെന്ന് വിചാരിക്കും. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. Now consider the region number 1. Let P be a point in the first region. Pയില് ഒന്നാമത്തെ പ്ലേറ്റ് കാരണവും പോസിറ്റീവ് പ്ലേറ്റ് കാരണവും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, നെഗറ്റീവ് പ്ലേറ്റ് കാരണവും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. പോസിറ്റീവ് പ്ലേറ്റ് കാരണമുള്ള ഫീൽഡ് ആലോചിച്ച് നോക്കൂ. എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു പോസിറ്റീവിൽ നിന്ന് പുറത്തേക്കാണ് അല്ലെ, ഫ്രം ദ പോസിറ്റീവ് ആണ്. പോസിറ്റീവിൽ നിന്ന് ഔട്ട്വേർഡ് ആണ് പോവുക, നെഗറ്റീവിലേക്കാണ് വരിക, ടുവേർഡ്സ് നെഗറ്റീവ് ആണ് വരിക. അപ്പൊ പോസിറ്റീവ് പ്ലേറ്റ് കാരണം പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? മുകളിലേക്കായിരിക്കും. നിങ്ങൾക്ക് വേറൊരു തരത്തിൽ ആലോചിക്കാം. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പ്ലേസ്ഡ് അറ്റ് പി. യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ പിയിൽ വെച്ചാൽ ഈ ഫസ്റ്റ് പ്ലേറ്റ് അതിനെ എന്താ ചെയ്യാ? റിപ്പൽ ചെയ്യും. റിപ്പൽ ചെയ്യുമ്പോൾ മുകളിലേക്കായിരിക്കും ഫോഴ്സ്. ദാറ്റ് ഇസ് ദി ഇലക്ട്രിക് ഫീൽഡ്. പിയിലുള്ള യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ നെഗറ്റീവ് പ്ലേറ്റ് എന്താ ചെയ്യാ?
attract ചെയ്യും. So electric field due to the negative plate will be down. രണ്ട് ഇലക്ട്രിക് ഫീൽഡിന്റെയും വാല്യൂ വ്യത്യാസം ഉണ്ടാവോ? ഇല്ല. കാരണം ഇലക്ട്രിക് ഫീൽഡ് is given by sigma by 2 epsilon 0. It does not depend on the distance. അപ്പോൾ P എന്ന് പറയുന്ന പോയിന്റിൽ you have two electric fields. Electric field due to the positive plate മുകളിലേക്കാണ്, electric field due to the negative plate അടിയിലേക്കാണ്. Equal and opposite, so they will cancel out. So electric field in region number 1 is equal to 0. Region number 2 ൽ എന്തായിരിക്കും? Let Q be a point in region number 2. ഇവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ക്യൂവിൽ വെക്കുകയാണെങ്കിൽ നെഗറ്റീവ് പ്ലേറ്റ് അതിനെ അട്രാക്ട് ചെയ്യും. സോ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു നെഗറ്റീവ് പ്ലേറ്റ് വിൽ ബി അപ്വേർഡ്. പോസിറ്റീവ് പ്ലേറ്റ്, ഇവിടെയുള്ള പോസിറ്റീവ് പ്ലേറ്റ് ക്യൂവിൽ വയ്ക്കുന്ന യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ റിപ്പൽ ചെയ്യും. സോ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ദ പോസിറ്റീവ് പ്ലേറ്റ് വിൽ ബി ഇൻ ദി ഡൗൺവേർഡ് ഡയറക്ഷൻ. Again, equal and opposite, they will cancel out. Electric field equal to 0. Let capital R be a point in the region 3. ആറിൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ വെക്കുകയാണെങ്കിൽ പോസിറ്റീവ് പ്ലേറ്റ് അതിനെ റിപ്പൽ ചെയ്യും. സോ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോസിറ്റീവ് വിൽ ബി ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. നെഗറ്റീവ് ചാർജ് അതിനെ അട്രാക്ട് ചെയ്യും. സോ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു നെഗറ്റീവ് ചാർജ് വിൽ ഓൾസോ ബി ഇൻ ദി downward direction. അപ്പൊ region number 3 മാത്രം total electric field is given by adding the two electric fields. Electric field due to രണ്ട് പ്ലേറ്റും ആഡ് ചെയ്യാം. So that will be sigma by 2 epsilon 0 plus sigma by 2 epsilon 0. That is equal to sigma by epsilon 0. This is the expression for electric field in the region between the two plates. ഇത് വളരെ സിഗ്നിഫിക്കന്റ് ആണ്. അടുത്ത ചാപ്റ്ററിൽ കപ്പാസിറ്റേഴ്സ് പഠിക്കുമ്പോൾ നമുക്കിത് ആവശ്യം വരും. അടുത്തത് ടെക്സ്റ്റ് ബാക്ക് എക്സസൈസിലെ 1.21 ആണ്. ഒരു കണ്ടക്ടിങ് സ്ഫിയർ ഓഫ് റേഡിയസ് 10 സെന്റിമീറ്റർ ഹാസ് എൻ അൺനോൺ ചാർജ്. ക്യൂ എത്രയാണെന്ന് നമുക്കറിയില്ല. അതാണ് കണ്ടുപിടിക്കേണ്ടതും. ഇലക്ട്രിക് ഫീൽഡ് 20 സെന്റിമീറ്റർ ഫ്രം ദ സെന്റർ. ഇവിടുന്ന് ഒരു പോയിന്റ് 20 സെന്റിമീറ്റർ, അപ്പൊ 0.2 മീറ്റർ ഫ്രം ദ സെന്റർ. ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്. ഈസ് ഈക്വൽ ടു 1.5 into 10⁻³ ന്യൂട്ടൺ പെർ കുളൂംബ് ആണ്. ആൻഡ് ക്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ഡയറക്റ്റഡ് ഇൻവേർഡ്സ് എന്ന് പറഞ്ഞത്. ഇലക്ട്രിക് ഫീൽഡ് റേഡിയലി ഇൻവേർഡ് ആണ്. അപ്പൊ അതിന്റെ അർത്ഥം ക്യൂ ഇസ് എ നെഗറ്റീവ് ചാർജ് എന്നാണ് അർത്ഥം. അത്രേ ഉള്ളൂ. ഡയറക്റ്റ് ആണ്. നോക്കൂ, സ്ഫിയറിലാണ് ചാർജ്. ക്യൂ എന്ന് പറയുന്നത് സ്ഫിയറിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. പക്ഷെ നമ്മൾ പഠിച്ചല്ലോ, ഒരു ഹോളോ സ്ഫിയർ ആകുമ്പോൾ ഇറ്റ് ഇസ് ആസ് ഇഫ് ദ എൻറ്റയർ ചാർജ് ഇസ് കോൺസെൻട്രേറ്റഡ് അറ്റ് ദ സെന്റർ. അപ്പൊ ഈ ചാർജ് മുഴുവനും ഓയിൽ കോൺസെൻട്രേറ്റ് ചെയ്തതായിട്ട് നമുക്ക് വിചാരിക്കാം. ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ ഇസ് ഗിവൺ ബൈ ക്യൂ ബൈ 4πε0 r². അതിൽ ക്യൂ ആണ് അൺനോൺ ക്വാണ്ടിറ്റി. യു ക്യാൻ വർക്ക് ഇറ്റ് ഔട്ട്. അത്രേ ഉള്ളൂ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 1.22. സിഗ്മ തന്നിട്ടുണ്ട്, ഡയാമീറ്റർ തന്നിട്ടുണ്ട്. ഡയമീറ്റർ 2.4 ആണെങ്കിൽ റേഡിയസ് വുഡ് ബി 1.2 മീറ്റർ. ചാർജ് ഡെൻസിറ്റി is given to you. Sigma is equal to 80 microcoulomb per meter square. So 80 into 10⁻⁻6 coulomb per meter square ആണ് സിഗ്മ. ക്യൂ ആണ് ചാർജ് ഓൺ ദ സ്ഫിയർ ക്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സിഗ്മ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ 4πr². ചാർജ് പെർ യൂണിറ്റ് ഏരിയ ആണ് സിഗ്മ. അപ്പം അത്രയേ ഉള്ളൂ. അതിൽ നിന്ന് നമുക്ക് ക്യൂ കണ്ടുപിടിക്കാം. വാട്ട് ഇസ് ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ലീവിംഗ് ദ സർഫസ് ഓഫ് ദ സ്ഫിയർ? ഫ്ലക്സ് കാണാനായിട്ട് ഗോസസ് ലോ അപ്ലൈ ചെയ്യുക. Phi is equal to Q by epsilon 0. അത്രയും വേണം. And finally, question number 1.23. Direct application ആണ്. ഫീൽഡ് തന്നിട്ടുണ്ട്. E is equal to 9 into 10⁻⁴ ന്യൂട്ടൺ പെർ കുളൂംബ് ആണ്. ഡിസ്റ്റൻസ് R is equal to 2 സെന്റിമീറ്റർ. അപ്പൊ 0.02 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡയാണ് കണ്ടുപിടിക്കേണ്ടത്. ഡയറക്റ്റ് ആയിട്ട് ഫോർമുല സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. With this, we come to the end of the chapter, electric charges and fields.
ഒരു ചാപ്റ്ററും കൂടി ഇലക്ട്രോസ്റ്റാറ്റിക്സ് തന്നെയാണ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്ന് തന്നെ പറയാം. ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, ചാർജിന്റെ പ്രത്യേകതകൾ എന്താണ്, ഇതൊക്കെ നല്ലോണം അറിഞ്ഞാലാണ് അടുത്ത ചാപ്റ്റർ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുക. സോ hope you have understood and enjoyed this chapter. ഓരോ വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾസും treat it as an individual independent portion. നമ്മളിപ്പോൾ മൊത്തം തിയറി പഠിച്ചു എന്ന് കരുതി വർക്ക്ഡ് ഔട്ട് എക്സാമ്പിളോ ടെക്സ്റ്റ് ബാക്ക് ക്വസ്റ്റനോ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. ദാറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് പ്രാക്ടീസ്. ആപ്ലിക്കേഷൻ ക്വസ്റ്റൻ എന്ന് പറഞ്ഞാലും ആദ്യം കുറേയൊക്കെ നമ്മൾ ചെയ്ത് പഠിക്കുക. തിയറി പഠിക്കുന്ന പോലെ തന്നെ ഡു ദോസ് പ്രോബ്ലംസ്. ഒരു 2-3 തവണ ഇൻഡിവിജ്വൽ പ്രോബ്ലംസ് നമ്മൾ പഠിക്കുക. അങ്ങനെ പഠിച്ചിട്ടാണ് നമുക്കൊരു എക്സ്പെർട്ടീസ് വരിക. ഒരു 10 പ്രോബ്ലം നമ്മൾ ചെയ്ത് തറോ ആയി കഴിയുമ്പോഴാണ് 11ാമത്തെ പ്രോബ്ലം നമുക്ക് സ്വന്തമായിട്ട് ഒരു ഐഡിയ തോന്നുക. So please take that effort, sit in front of the videos or sit in front of your textbook, solve those problems, find out what. കുറേ വാരി വലിച്ച് ഒരുപാട് ചെയ്യണ്ട, അതിനും ഭേദം ഫോക്കസ് ചെയ്തിട്ട് ആദ്യം പഠിക്കും. ദെൻ വി ക്യാൻ വൺസ് ഇത്രയും ഭാഗം ഷുവർ ആയി കഴിഞ്ഞാൽ വി ക്യാൻ മൂവ് ഓൺ ടു മോർ ഇൻട്രസ്റ്റിംഗ് പ്രോബ്ലംസ്. കുറേയും കൂടിയും സ്റ്റാൻഡേർഡ് ഉള്ള കുറേയും കൂടെ ലെവൽ കൂടിയ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം, പുതിയ പ്രോബ്ലംസ് ചെയ്യാം. ദാറ്റ് ഇസ് ഓൾ അപ് ടു യു. അത് കമ്പൽസറി ഒന്നല്ല, ബേസിക് ആയിട്ട് ഇത്രയും വേണം. സോ വിഷ് യു എ വെരി ഹാപ്പി time learning electrostatics. I have enjoyed doing these video lessons. Hope you have enjoyed it and hope you have found it useful too. So thank you so much for listening to all these videos. Meet you with the next chapter. Thank you. Bye.